ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീട്ടിലൊരു അടിപൊളി കസ്റ്റർഡ് ചോക്കോ ലാവാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിന് ആവശ്യമായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡറാണ് കേട്ടോ. പിന്നെ എടുത്തിട്ടുള്ളത് 3 ടേബിൾ സ്പൂൺ ഷുഗറാണ്. പിന്നെ ഒരു 1/4 കപ്പ് ഞാൻ പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഡയറ്റാണ് കേട്ടോ. കുട്ടികളൊക്കെ സ്കൂളിട്ട് വരുന്ന സമയത്ത് കുട്ടികളൊക്കെ സർപ്രൈസ് ആക്കാൻ പറ്റിയിട്ടുള്ളൊരു കിടില ഐറ്റം തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 1/4 കപ്പോളം ഞാൻ പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് പശുവിൻ പാലാണ് കേട്ടോ. ഇതും കൂടി ചേർത്ത് നമുക്ക് നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ ആ കസ്റ്റർഡ് പൗഡറൊക്കെ ഒന്ന് നല്ലോണം, കസ്റ്റർഡ് പൗഡറും ഷുഗറൊക്കെ നമ്മൾ ഈ പാലിലൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ആക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്താ ചെയ്യുക, ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലൊക്കെ ഒരു ചെറിയ പീസ് ബട്ടർ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ബ്രെഡൊക്കെ വാട്ടിയെടുക്കില്ലേ, അതുപോലെ തന്നെ സെയിം തന്നെ ഈ എന്തൊക്കെ കസ്റ്റർഡും ഷുഗറും പിന്നെ നമ്മൾ പാലുള്ള ഈ മിക്സിലേക്ക് ബ്രെഡൊക്കെ നല്ലോണം ഒന്ന് മുക്കിയിട്ട് ഒന്ന് തിരിച്ച് മറിച്ചിട്ടിട്ട് നമുക്ക് ബ്രെഡ് വാട്ടിയെടുക്കുന്ന പോലെ തന്നെ ഈ ബ്രെഡ് ഒന്ന് ചുട്ടെടുക്കാം കേട്ടോ. ചെറിയ പീസ് ബട്ടറാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നെയ്യൊന്നും ചേർത്ത് കൊടുക്കേണ്ട. നിങ്ങൾ തയ്യാറാക്കുന്ന സമയത്ത് ഇതുപോലെ ബട്ടർ തന്നെ, അൺസോൾട്ടഡ് ആയിട്ടുള്ള ബട്ടർ തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ബ്രെഡൊന്ന് വാട്ടിയെടുക്കട്ടെ കേട്ടോ. ഇതിപ്പോൾ ഞാൻ ആകെ ഒരു 4 പീസിന് വേണ്ടിയിട്ടാണ് കേട്ടോ തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് എങ്ങനെയാണോ ക്വാണ്ടിറ്റി കൂടുതൽ ബ്രെഡിനാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ഈ പാലും കസ്റ്റർഡും ഷുഗറും ഒക്കെ ഒന്ന് കൂട്ടിയെടുക്കണം കേട്ടോ. ഇപ്പോൾ ഞാൻ മൊത്തത്തിൽ ബ്രെഡൊക്കെ ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, വളരെ എളുപ്പമാണ്. ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാം. ഇനിയിപ്പോൾ നമ്മൾ ബാക്കിയുള്ള ആ ഗ്ലാസ്സിലുള്ള പാലുണ്ടല്ലോ, അതും കൂടി ചേർത്ത് ഒരു 1/4 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് കേട്ടോ ഞാനിത് ചേർത്ത് കൊടുക്കുന്നത്. ബാക്കിയുള്ള ഈ മിക്സിലേക്ക് നമ്മൾ ബ്രെഡ് വാട്ടി കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള ഈ മിക്സിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് ചെറിയ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുറുക്കിയെടുക്കുക കേട്ടോ. ഇട്ട ഉടനെ തന്നെ ഒന്ന് വേഗം ഒന്ന് മിക്സ് ചെയ്യണം. കാരണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കസ്റ്റേർഡൊക്കെ ഉള്ളതല്ലേ, അപ്പം അത് വല്ലാണ്ടൊന്ന് അങ്ങനെ കട്ട പിടിച്ച മാതിരിയായിപ്പോൾ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം ഈ ബ്രെഡിൻ്റെ നടുകെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു ഹോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ചോക്കോലാവ് ഉണ്ടല്ലോ, ഈ ചോക്ലേറ്റ്, അത് ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ടും ഈ ചോക്ലേറ്റിൻ്റെ ഈ ഒരു ഇത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് എടുത്താൽ മതി കേട്ടോ. നമ്മൾ എടുക്കുന്ന എന്താണോ ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലായിട്ടും പാലും ഷുഗറും കസ്റ്റേർഡും കൊക്കോ പൗഡറൊക്കെ കുറച്ച് കൂടുതൽ എടുത്താൽ മതി കേട്ടോ. ലാസ്റ്റ് ഇത് ഞാനൊന്ന് ഗാർണിഷിന് വേണ്ടിയിട്ട് കുറച്ചൊന്ന് ഷുഗർ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്ട്രോബെറിയോ ബ്ലൂബെറിയോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടി ഭയങ്കര റിച്ച് ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതുപോലെ ചൂടോടെ കഴിക്കാനാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റ്. നമ്മൾ സ്ട്രോബെറിയും ബ്ലൂബെറിയൊക്കെ കൂട്ടി കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണ്ടേ. വെറും 5 മിനിറ്റ് മാത്രം മതി കേട്ടോ. നമ്മളെ കുട്ടികളൊക്കെ സ്കൂളിട്ട് വരുന്ന സമയത്ത് ഇതൊക്കെ കൊടുത്താൽ കുട്ടികൾക്ക് എന്തായാലും നല്ലോണം ഇഷ്ടപ്പെടും. ഇടയ്ക്കൊക്കെ ഇതുപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി കൊടുത്താൽ പിന്നെ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അഥവാ ഇഷ്ടപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യേണ്ടി, അതുപോലെ തന്നെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കേണ്ടി. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോകളുമായിട്ട് കാണാം. ഇൻഷാ അല്ലാഹ് മസ്റ്റായിട്ട് ഒരു തവണ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഈ ഒരു ഐറ്റം.